തന്റെ ജീവിതത്തിൽ 6-ാം വയസ്സിൽ വന്നുപെട്ട പോളിയോ രോഗം മുതൽ തനിക്ക് പറ്റിയ ബസ് അപകടം വരെ 18-ാമത്തെ വയസ്സിൽ മെക്സിക്കോയിൽ ഒരു പഴമൊഴിയുണ്ട്. നിങ്ങൾ ജനിച്ച വീട്ടിൽ തന്നെ മരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഭാഗ്യം. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. 48-ാം വയസ്സ് വരെ അവക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയിരുന്നില്ല. എന്നാൽ തന്റെ മരണം 48-ാമത്തെ വയസ്സിലായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയത് അവക്കാണ്. അവളുടെ ചിത്രങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചു. അവളുടെ ജീവിതം എന്ന് വെച്ചാൽ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെയായിരുന്നു. അത് വല്ലാത്തൊരു കഥയാണ്. അവളുടെ ജീവചരിത്രം 1907 ജൂലൈ 6-ന് മെക്സിക്കോ സിറ്റിയിലെ കൊയാക്കാനിലെ അവളുടെ വസതിയായ കാസ അസുലിലാണ് മഗ്ദലീന കാർമൻ ഫ്രിഡ കാലോ ജനിച്ചത്. അവളുടെ കുടുംബത്തെ പറ്റി സംസാരിക്കാം. അവളുടെ പിതാവ് മെക്സിക്കോയിലേക്ക് കുടിയേറിയ ജൂത വംശജനായ ഫോട്ടോഗ്രാഫറാണ്. വിൽഹം കാലോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവളുടെ അമ്മ മെക്സിക്കനായിരുന്നു. മൾട്ടി റെഡ കാൽഡറോണ എന്നായിരുന്നു അവളുടെ അമ്മയുടെ പേര്. ഫ്രിഡയ്ക്ക് 3 സഹോദരിമാരായിരുന്നു. ഒന്നാമത്തത് മറ്റിൽഡെ, ക്രിസ്റ്റീന, അഡ്രിയാന എന്നീ 3 പേര്. ബസ് കാർ കൂട്ടിമുട്ടലുകൾ കാരണം ഉണ്ടായ അപകടത്തിൽ അവളുടെ നാടിക്ക് സാരമായ ക്ഷതമേറ്റു. ഫ്രിഡ കാലോയുടെ ആദ്യകാല ജീവിതം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ അടയാളപ്പെടുത്തിയിരുന്നു. 6 വയസ്സുള്ളപ്പോൾ അവൾക്ക് പോളിയോ പിടിപെട്ടു. ഇത് അവളുടെ വലതുകാൽ ഇടത്തേതിനേക്കാൾ ചെറുതായി തുടരാൻ കാരണമായി. 18-ാം വയസ്സിൽ അവളുടെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ഒരു ദാരുണമായ അപകടം അവൾ നേരിട്ടു. ഒരു സ്ട്രീറ്റ് കാർ അവൾ സഞ്ചരിച്ചിരുന്ന ബസ്സിലിടിച്ചു. അവൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. മെറ്റൽ ബാനിസ്റ്ററാൽ അവൾ കുത്തപ്പെട്ടു. ധാരാളം എല്ലുകൾ ഒടിഞ്ഞു. കഠിനമായ വേദനകൾ അനുഭവിച്ചു. അവളുടെ സുഷുമ്നാ നാഡിക്ക് ക്ഷത സംഭവിച്ചു. അവളുടെ തോളും കാലും സ്ഥാനഭ്രംശം സംഭവിച്ചു. കഠിനമായി സുഖം പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ അവൾ കിടക്കയിൽ പ്രായോഗികമായി നിശ്ചലമായി കിടക്കുകയും പെയിന്റിംഗ് ഏറ്റെടുക്കുകയും ചെയ്തു. അവളുടെ അമ്മ കട്ടിലിൽ കിടന്ന് പെയിന്റ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ഇൻസെന്റ് നിർമ്മിച്ചു. ഒപ്പം അവളുടെ കട്ടിലിന് മുകളിൽ ഒരു കണ്ണാടി കയറ്റുകയും ചെയ്തു. അങ്ങനെ അവക്ക് സ്വയം വരയ്ക്കാൻ കഴിയും. ഫ്രിഡയെ സംബന്ധിച്ചിടത്തോളം പെയിന്റിംഗ് അതിജീവനത്തിന്റെയും ആത്മപ്രകാശത്തിന്റെയും മാർഗമായി മാറി. ഇത് അവളുടെ വേദനാജനകമായ വിട്ടുമാറാത്ത വേദന, നീണ്ട കിടപ്പ്, വിശ്രമം, ശാരീരിക ദുർബലത എന്നിവ നേരിടാൻ അവളെ സഹായിച്ചു. ഇത് ജീവിതത്തോടുള്ള അത്തരമൊരു മോഹത്താൽ പ്രാഹേളികമായി സ്ത്രീയെ നിരാശപ്പെടുത്തി. അപകടത്തെ തുടർന്ന് ജീവിതത്തിലുടനീളം തീവ്രമായ നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയമായി. ഈ ഓപ്പറേഷനുകൾക്ക് ശേഷം ദീർഘമായി സുഖം പ്രാപിക്കുകയും അവളുടെ ഭാവം ശരിയാക്കാൻ കോർസെറ്റുകൾ ധരിപ്പിക്കുകയും 3 ഗർഭം അലസലുകളും ഉൾപ്പെടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഡീഗോ റിവേരയുമായിട്ടുള്ള ബന്ധം ഫ്രിഡയുടെ ജീവിതത്തെ നടുക്കിയ മറ്റൊരു സംഭവം പ്രശസ്ത കലാകാരനായ ഡീഗോ റിവേരയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഒരു ബന്ധം രൂപീകരിക്കുന്നതുമാണ്. ഡീഗോ അവളുടെ കലയെ വളരെ അധികം പിന്തുണയ്ക്കുകയും കാസ അസുൽ പതിവായി സന്ദർശിക്കാൻ തുടങ്ങുകയും ചെയ്തു. റിവേരയ്ക്ക് 43 വയസ്സുള്ളപ്പോൾ ഫ്രിഡയ്ക്ക് 22 വയസ്സുള്ളപ്പോൾ 1929 ഈ ദമ്പതികൾ വിവാഹിതരായി. അവരുടെ വിവാഹത്തെ ആനയും പ്രാവും തമ്മിലുള്ള വിവാഹമെന്നാണ് ഫ്രിഡയുടെ അമ്മ വിശേഷിപ്പിച്ചത്. ഫ്രിഡയും ഡീഗോയും തമ്മിലുള്ള പ്രണയം ശക്തവും വികാരഭരിതവും ആയിരുന്നു. എന്നിട്ടും അവരുടെ ബന്ധം അസ്ഥിരവും പ്രക്ഷംബന്ധവും ആയിരുന്നു. ഇരുവശത്തുമുള്ള പല കാര്യങ്ങളും ഇളക്കിമറിച്ചു. ഒരു കലാപരമായ തലത്തിൽ അവർ പരസ്പരം നിരുപാധികമായി പിന്തുണയ്ക്കുകയും ഓരോരുത്തരും മറ്റൊരാളെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച മെക്സിക്കൻ ചിത്രകാരനായി കണക്കാക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശവും എക്കാലത്തെ വിപ്ലവ ആശയങ്ങളും അവർ പങ്കിട്ടു. ഇരുവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവരായിരുന്നു. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1937-39 ഇടയിൽ സ്റ്റാലിൻ പീഡിപ്പിക്കപ്പെട്ടിരുന്ന റഷ്യൻ വിമതനായ ലിയോൺ ട്രോട്സ്കിയെ 2 വർഷത്തേക്ക് ഏറ്റെടുത്തു. ദമ്പതികൾ കാസ അസിലിനും സാൻ ഏഞ്ചലിലെ ഡീഗോയുടെ സ്റ്റുഡിയോയിലും ക്യൂർ നാവാക്കയിലും
യുണൈറ്റഡ് സ്റ്റേറ്റിലെ വിവിധ നഗരങ്ങളിൽ വ്യത്യസ്ത ഇടവേളകളിൽ താമസിച്ചു. ഫ്രിഡയും ഡീഗോയും 1930 മുതൽ 33 വരെ 3 വർഷം അമേരിക്കയിൽ ചിലവിട്ടു. ന്യൂയോർക്ക്, ഡെട്രോയിറ്റ്, സാൻ ഫ്രാൻസിസ്കോ എന്നിവിടങ്ങളിൽ താമസിച്ചു. ഡീഗോയുടെ നിരവധി വിശ്വാസവഞ്ചനകളുടെ ഫലമായി ആഴത്തിലുള്ള വൈകാരിക പ്രതിസന്ധികളെ തുടർന്ന് 1939 ഫ്രിഡ അവനെ വിവാഹമോചനം ചെയ്തു. 1 വർഷത്തിന് ശേഷം അവർ സ്വയം ഭരണപരമായ ലൈംഗിക ജീവിതം നയിക്കുമെന്ന പരസ്പര ഉടമ്പടിയോടെ അവനെ വീണ്ടും വിവാഹം കഴിച്ചു. അടുത്തതായിട്ടുള്ള ചോദ്യം, ഫ്രിഡ കാലോ എങ്ങനെ മരിച്ചു? ജീവിതാവസാനത്തോടെ ഫ്രിഡയുടെ ആരോഗ്യം വഷളാവുകയും 1950 മുതൽ 51 വരെ ഹോസ്പിറ്റൽ ഇംഗ്ലീഷിൽ ഒതുങ്ങി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് അവർക്ക് ദേശീയ ആദരാഞ്ജലി ഒരു മുൻകാല പ്രദർശനം ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവളുടെ ആഗ്രഹത്തെ തുടർന്ന് അവളുടെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം കാസാസിൽ ഒരു മ്യൂസിയമാക്കി മാറ്റി. അവളുടെ അസ്തിത്വവും വസ്തുതകളും നിറഞ്ഞ മെക്സിക്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായി ഇത് തുടരുന്നു. ഞാൻ സ്വയം ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നു, കാരണം എനിക്ക് നന്നായി അറിയാവുന്ന വ്യക്തി ഞാനാണ്. ഞാൻ എൻ്റെ സ്വന്തം യാഥാർത്ഥ്യം വരയ്ക്കുന്നു. എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പെയിന്റ് ചെയ്യുന്നത്. എൻ്റെ തലയിലൂടെ കടന്നു പോകുന്നതെല്ലാം ഒരു പരിഗണനയും കൂടാതെ വരയ്ക്കുന്നു. ഇത് ഫ്രിദ കാലോ പറഞ്ഞ വാക്കുകളാണ്. തീമുകൾ, ശൈലികൾ, സമീപനം, കലയിലൂടെ തൻ്റെ ജീവിതത്തിലെ പ്രയാസകരമായ എപ്പിസോഡുകളെ സ്വയം പ്രകടിപ്പിക്കാനും അതിജീവിക്കാനുമുള്ള വഴി കണ്ടെത്തി. സ്വന്തം യാഥാർത്ഥ്യങ്ങൾ വരയ്ക്കാൻ അവൾ തീരുമാനിച്ചു. അവളുടെ ചിത്രങ്ങളിൽ 2/3 ഭാഗവും സ്വയം ഛായാചിത്രങ്ങളാണ്. സ്വന്തം അസ്തിത്വവും സത്വവും ആഴത്തിൽ പര്യവേഷണം ചെയ്യാനുള്ള അവളുടെ തീക്ഷ്ണ താല്പര്യം വെളിപ്പെടുത്തുന്നു. അവളുടെ സ്വന്തം ഛായാചിത്രങ്ങൾ മനോഹരവും സത്യസന്ധവുമാണ്. അവളുടെ ഒപ്പുമീശയും പുരുകവും ഉപയോഗിച്ച് അവളുടെ ചിത്രങ്ങൾ കാണിക്കുന്നു. കഷ്ടപ്പാടുകളുടെയും വേദനയുടെയും നിമിഷങ്ങളിൽ അത്തരം ധൈര്യത്തോടെ പരമ്പരാഗതമായ സൗന്ദര്യ മാനദണ്ഡങ്ങളെ ധിക്കരിക്കുന്നു. അതേസമയം തൻ്റെ ദൈനംദിന ജീവിതത്തിലൂടെ, നാടോടിക്കലയിലൂടെ സംസ്കാരത്തിൻ്റെ വേരുകൾ വീണ്ടെടുക്കാൻ ഫ്രിഡയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അവൾ തദ്ദേശീയമായ മെക്സിക്കൻ നാടോടിക്കലകളിൽ അവൾ ആവേശത്തോടെ ശേഖരിച്ചു. ഈ സ്വാധീനങ്ങളെല്ലാം അവളുടെ പെയിന്റിങ്ങിൽ പ്രതിഫലിപ്പിച്ചു. സർറിയലിസ്റ്റുകൾ അവളെ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫ്രിഡയ്ക്ക് അവരുടെ ജോലിയിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും അവളുടെ കലയുടെ കാര്യത്തിൽ ഏതെങ്കിലും ലേബലുകൾ ഒഴിവാക്കാൻ അവൾ ഇഷ്ടപ്പെട്ടു. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ചിത്രങ്ങളിലെ സർറിയലിസ്റ്റിക്കൽ ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ അവളുടെ യാഥാർത്ഥ്യമായിരുന്നു. അവൾ ഒരിക്കലും സ്വപ്നങ്ങൾ വരച്ചിട്ടില്ല, മറിച്ച് അവൾക്ക് സംഭവിച്ചതും അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതും ആ നിമിഷം തന്നെ വരച്ചു. ഇനി അടുത്ത ആഴ്ച ഫ്രിഡയുടെ ചിത്രങ്ങളിലെ അർത്ഥങ്ങളെ പറ്റിയും മുറിവുണങ്ങാത്ത യാഥാർത്ഥ്യങ്ങളാണ് അവളുടെ ചിത്രങ്ങൾ. വീഡിയോ എങ്ങനെയുണ്ടെന്നും കൂടി കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ കഥ ഒന്ന് അവർക്ക് അയച്ചു നോക്കൂ. അവരുടെ മനസ്സൊന്ന് റിലാക്സേഷൻ ആകട്ടെ. ഇതിലും വലുത് സംഭവിച്ച ആളാണ് ഫ്രിഡ കാലോ.